കോൺഗ്രസിന്റെ രാജ്യസഭാ എം പി, ഗുജറാത്തിൽ നിന്നുള്ള എം പി ആയിട്ടുള്ള ശ്രീ ഇമ്രാൻ പ്രതാപ് ഗാർഹിക്കെതിരെ ഗുജറാത്ത് പോലീസ് ഒരു കേസെടുത്തു. അതെന്ന് പറഞ്ഞാൽ ഒരു കവിതയാണ് പ്രശ്നം. ഒരു കവിത അദ്ദേഹം അവിടെ ഒരു സമ്മേളനത്തിൽ പ്രക്ഷേപണം ചെയ്തു. അത് പാടി, അത് വെച്ചു കൊടുത്തു. ആ കവിത എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം പോലും ശ്രദ്ധിക്കാതെ നോക്കിയപ്പോ അത് കോൺഗ്രസ് എം പി അല്ലേ, അപ്പൊ പിന്നെ അയാൾക്കെതിരെ കേസെടുക്കാമല്ലോ. അയാൾക്കെതിരെ വളരെ വലിയ കേസുകൾ അങ്ങ് എടുത്തു. അതായത് നമ്മുടെ നാട്ടിന്റെ അഖണ്ഡതയ്ക്ക് വലിയ കുഴപ്പമാണ്, അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്യുന്ന പാട്ടാണ്, വലിയ കാര്യമാണ് എന്നൊക്കെ. അയാള് അവസാനം ഗുജറാത്ത് ഹൈക്കോടതിയെ അതിലെ ആന്റിസിപ്പേറ്ററി ബെയിലിന് മുൻകൂർ ജാമ്യത്തിന് സമീപിച്ചു കഴിഞ്ഞപ്പോൾ ഗുജറാത്ത് ഹൈക്കോടതി ഒക്കെ നോക്കിയപ്പോൾ ഭയങ്കര കുഴപ്പമാണ് ഈ പാട്ട്, വലിയ പ്രശ്നമാണ്. എന്നാൽ ഈ പാട്ട് എന്താണ്, അതിന്റെ അർത്ഥം എന്താണ് എന്നുള്ളത് പോലും മനസ്സിലാക്കാതെ പോലീസ് പറഞ്ഞേക്കുന്ന വെർഷൻ അതേപോലെ കടമെടുത്തിട്ട് ഗുജറാത്ത് ഹൈക്കോടതി അദ്ദേഹത്തിന്റെ ജാമ്യാപേക്ഷ അങ്ങ് തള്ളി. അതാണ് സംഭവം. വേറെ മാർഗമില്ല, അദ്ദേഹം സുപ്രീം കോടതിയെ സമീപിച്ചു. അപ്പൊ സുപ്രീം കോടതിയാണ് പറഞ്ഞ ഹൈക്കോടതിക്ക് പോലും ഇതിന്റെ അർത്ഥം, ഈ പാട്ടിന്റെ അർത്ഥം മനസ്സിലായി. ഇതൊരു കവിതയാണ്. അതായത് ആരക്രമം കാണിച്ചാലും ഞങ്ങൾ അക്രമത്തിനില്ല എന്നൊരു സന്ദേശം കൊടുക്കുന്ന ഒരു കവിത. അത് നല്ലൊരു കാര്യമല്ലേ പറഞ്ഞേക്കുന്നത്. ആരക്രമം കാണിച്ചാലും ഞങ്ങൾ അക്രമത്തിന് തുനിയില്ല എന്നുള്ളതാണ് അതിൽ കൊടുത്തേക്കുന്ന സന്ദേശം. അതായിരുന്നു അതിന്റെ അർത്ഥം. അതിന്റെ അർത്ഥം പോലും മനസ്സിലാക്കാതാണ് ഗുജറാത്ത് പോലീസ് കേസെടുത്തത്. പോലീസിന്റെ കാര്യം നമുക്കറിയാം. കാരണം ഗുജറാത്ത് പോലീസ് ഈ ഒരു കോൺഗ്രസ് എം പി ആയതുകൊണ്ട് നിർബന്ധമായിട്ടും ഇങ്ങനെ ഒരു കേസ് അങ്ങ് എടുക്കും. കാരണം ഒരാൾ തുമ്മിയാലെടുക്കും, തുമ്മിയത് ഇന്നാരെ കളിയാക്കിയതാണ് എന്ന് പറഞ്ഞെടുക്കും എന്ന് പറഞ്ഞ പോലെയുള്ള ആ രീതിയിൽ എടുക്കാം. അവർക്കൊക്കെ എടുക്കാം, അവർക്ക് എന്ത് ചെയ്യാം. പക്ഷെ ഹൈക്കോടതിക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? ഹൈക്കോടതി തലച്ചോറുള്ളവരല്ലേ ഇരിക്കേണ്ടത്. അങ്ങനെയുള്ള ആളുകൾ ഇത് കേൾക്കാതെ, ഇത് കേട്ട് മനസ്സിലാക്കാതെ, ഇതിന്റെ അർത്ഥം അറിയാതെ ആ ജാമ്യാപേക്ഷ തള്ളിയത്. അതിനെ നിശ്ചിതമായിട്ട് സുപ്രീം കോടതി മുറിച്ചു. ഗുജറാത്ത് പോലീസിന്റെ അടുത്ത് സമാധാനം ചോദിച്ചു, ഇത് എന്തിനു കേസെടുത്തേക്കുന്നെന്ന്. സമാധാനം ബോധിപ്പിക്കണം ഇനി ഗുജറാത്ത് പോലീസ്, ഇത് എന്തിനു കേസെടുത്തുന്നു. അതാണ്. അതുപോലെ ഹൈക്കോടതിക്കെതിരെ നിശ്ചിതമായ വിമർശനമാണ് കൊടുത്തത്. കാരണം പോലീസിന്റെ ഇത് മനസ്സിലാക്കാം, പക്ഷേ ഹൈക്കോടതിയുടെ നിലപാട് മനസ്സിലാക്കാൻ പറ്റത്തില്ല. ആ രീതിയിലാണ്. കാരണം ഇതിന്റെ അർത്ഥം ഹൈക്കോടതിക്ക് പോലും മനസ്സിലായില്ലേ എന്ന് ചോദിച്ചു സുപ്രീം കോടതി. അത് ഏതായാലും സുപ്രീം കോടതിയുടെ ഇടപെടൽ അതിൽ ശക്തമായി. അതാണ് വേണ്ടത് നമ്മുടെ നാട്ടിന്. കാരണം ഇതുപോലെ വെറുതെ ആളുകളെ ഉപദ്രവിക്കുക എന്നുള്ളത് ഒരു നയമായിട്ട് ഇപ്പൊ കൊണ്ടു നടക്കുന്നുണ്ട് പലരും. അത് ചെയ്യാൻ പാടില്ല. കാരണം അത് എന്ത് പറഞ്ഞാലും ഇഷ്ടമില്ലാത്ത അച്ചി തൊട്ടതെല്ലാം കുറ്റം എന്ന് പറയുന്ന പോലാണ്. ഇപ്പൊ കോൺഗ്രസ്സുകാര് ആണെങ്കിൽ എന്ത് ചെയ്താലും അത് പ്രശ്നമാണ്. ഇപ്പൊ രാഹുൽ ഗാന്ധി എന്ത് പ്രസംഗിച്ചാലും എന്ത് ചോദിച്ചാലും അതിന് കേസാണ്. അദ്ദേഹത്തിന് യഥാർത്ഥത്തിൽ പാർലമെന്റിൽ പോലും സംസാരിക്കാൻ പറ്റത്തില്ല. പാർലമെന്റിൽ പ്രസംഗിക്കുന്നത്, പാർലമെന്റിലെ അവിടുത്തെ പ്രിവിലേജ് പോലും മറികടന്ന് കോടതി ചോദ്യം ചെയ്യുകയാണ്, കേസാണ്. അതിനൊക്കെ കേസെടുക്കാൻ പോവുകയാണ് ഇപ്പോൾ. ആ രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഈ കാലത്ത് സുപ്രീം കോടതിയുടെ ഈ ഇടപെടൽ എന്ന് പറയുന്നത് വളരെ ശ്ലാഘനീയമായി.